കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫിലിപ്പിയ ലേഖനമാണല്ലോ. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ്സുകളിൽ നമുക്ക് ശ്രദ്ധിക്കുവാൻ ചിന്തിക്കുവാനൊക്കെ ദൈവം സഹായിച്ചത്. 1-ാം അധ്യായം 20 മുതൽ 22 വാക്യങ്ങളാണ് ചിന്തിച്ചത്. 4 കൂട്ടം കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ 20 മുതൽ 26 വരെയുള്ള വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിൽ 2 കാര്യങ്ങൾ മാത്രമേ കഴിഞ്ഞ ആഴ്ച സമയത്തിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ഈ രാത്രി അതിന് 22 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ 26 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഈ പൗലോസ് അപ്പോസ്തലൻ ഈ 1-ാം അധ്യായത്തിൻ്റെ 20 മുതൽ താഴോട്ടുള്ള വാക്യത്തിനകത്ത് എന്ന് അർപ്പിച്ചതുപോലെ 4 കൂട്ടം കാര്യങ്ങൾ അദ്ദേഹം ദൈവസഭയോട് പറയുന്നു. മഹത്വകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ലക്ഷണങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടി പറയാം. 1, വിശ്വാസി പ്രത്യാശയുള്ളവനായി തീരണം. 2, വിശ്വാസിയുടെ ദൈവീയ ഉദ്ദേശമുണ്ട്, ആ ഉദ്ദേശ പദ്ധതി ദൈവസന്നിധിയിൽ നിവർത്തിക്കുന്നവനായി തീരണം. ഇനിയും അത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചതാണ്. ഇനി താഴോട്ടുള്ള വാക്യത്തിനകത്ത് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതം എങ്ങനെയായി തീരണം. അതിനുശേഷം 24 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ പറയുന്നു അവൻ്റെ ശുശ്രൂഷ എങ്ങനെയായി തീരണം. ഈ 2 കാര്യങ്ങളാണ് ഈ രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ വിശ്വാസം എങ്ങനെയായി തീരണം, വിശ്വാസമുള്ള ജീവിതം എങ്ങനെയായി തീരണം. ഇന്ന് ആത്മീയ ലോകത്തിലും നമ്മൾ ചുറ്റുപാടുകളൊക്കെ നോക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസികളുടെ പേരിൽ അനേക വ്യക്തികൾ ഉണ്ടെങ്കിലും ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുന്നവർ ചുരുക്കം മാത്രമേ ഉള്ളൂ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ 2 നാലങ്ങ് ഞെരങ്ങുകയാണ്, എനിക്ക് വേർപിരിഞ്ഞ് ക്രിസ്തുവിന്, ഈ ജഡശരീരം വിട്ടിട്ട് ഞാൻ വേർപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കണം, അല്ലെങ്കിൽ ഈ ലോക ജീവിതയാത്രയിൽ ആയുസ്സോടെ നിന്ന് കർത്താവിൻ്റെ വേല ചെയ്യണം. 2 നാൾ ഞെരങ്ങുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ജീവചരിത്ര കാലഘട്ടത്തിൽ താൻ ഈ വേർപിരിയുക എന്ന് പറയുമ്പോൾ അവിടെ 2 അർത്ഥം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു കൂടാരം പൊളിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് അടിച്ച് വാസം ആരംഭിക്കുക. പൗലോസ് പറയാണ്, ഈ ഭൗമമായ കൂടാരം, ഈ ജഡശരീരം ഇവിടെ വിട്ടിട്ട് അത് മറ്റൊരു സ്ഥലത്തേക്ക് അടിച്ച് അവിടെ ജീവിതം ആരംഭിക്കുക. ഇനി പൗലോസ് അപ്പോസ്തലൻ ഈ വാക്ക് ഗ്രീക്കിൽ അല്ലെങ്കിൽ ഇത് എഴുതി വെക്കുമ്പോൾ വേർപിരിയുക എന്ന വാക്ക് തൻ്റെ ജീവിത ശൈലിയിൽ നിന്ന് എഴുതിയത്. നമുക്കറിയാം, തൻ്റെ ചരിത്രം പറയുന്നത് ഒരു കപ്പൽ ഉടമ എന്ന പേരിലാണല്ലോ തന്നെ അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഭാഷ അല്ലെങ്കിൽ ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. വേർപിരിയുക എന്ന വാക്കിന് ഗ്രീക്കിൽ ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സ്ഥലത്ത് നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ ആ നങ്കൂരം എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് ചെന്ന് കയറുന്നത് പോലെയാണ് ഒരു ദൈവ പൈതൽ ഈ ലോക ജീവിതയാത്രയുടെ ഈ ജഡശരീരത്തെ വിട്ടിട്ട് അവന്റെ ആത്മശരീരവുമായിട്ട് ക്രിസ്തുവിനോട് കൂടെ ചെത്തി ആ വാസം എന്നുള്ളത് തൻ്റെ ജീവിതയാത്ര ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയുമാണ്. എങ്ങനെയാണെങ്കിൽ ഈ രാത്രിയിൽ ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവജനമേ, ഞാനും നിങ്ങളും ഈ ലോകയാത്രയിൽ നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിനു വേണ്ടി മാത്രമുള്ളതല്ല. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇവിടം കൊണ്ട് തൃപ്തിപ്പെട്ട് ഇവിടം കൊണ്ട് തീരും എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി അല്ല ജീവിക്കേണ്ടത്. ഇവിടുന്ന് ഈ ജഡശരീരം ഞാൻ വിട്ടുപോകുന്ന ഒരു നിമിഷമുണ്ട്. അത് ഒന്നിൽ എൻ്റെ മരണം, അല്ലെങ്കിൽ കർത്താവിന്റെ കാഹളത്തിന് ധ്വനി കേൾക്കുന്ന സമയം. ആ ധ്വനി കേൾക്കുന്ന സമയത്ത് ഈ ജഡശരീരം വിട്ടുപോകുമ്പോൾ ഇവിടുന്ന് ആ നങ്കൂരം എടുക്കും. നങ്കൂരം എടുത്തിട്ട് ഞാൻ ഒരു സ്ഥലത്തേക്ക്, ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വേറൊരു സ്ഥലത്തേക്ക് നങ്കൂരമിടുവാൻ പോകുന്നു. അത് ഞാൻ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന യേശു കർത്താവിന്റെ മുഖം കണ്ട് ദിവസമാണെന്ന് ഞാനും നിങ്ങളും അറിഞ്ഞ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം വളരെ ഭക്തിയോടെ ജീവിക്കണം. ഈ കാലഘട്ടത്തിൽ ഭക്തി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു പ്രകസനമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുവരുന്നല്ലോ, ദൈവവചനം പഠിച്ച് അവർക്ക് വേണ്ട ഉപദേശത്തോടു കൂടി, അല്ലെങ്കിൽ അവരുടെ തിയോളജിയൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, എൻ്റെ പ്രിയ ദൈവജനമേ, ഈ വേദപുസ്തകം ശരിക്കിരുന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കണം. ഈ കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ വിശ്വാസത്തിൽ നമ്മളെ തെറ്റിച്ച്
കളയുവാൻ ആരെയും അനുവദിക്കരുത്. ആരും മറ്റുള്ളവർ പറയുന്ന ഉപദേശം ശരിയാണോ എന്ന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കിയെടുക്കണം. പൗലോസ് പറയാണ്, എനിക്ക് ഏക ലക്ഷ്യമുണ്ട്. ഒന്നിൽ ഞാൻ ഈ ജഡശരീരം വിട്ടിട്ട് എന്റെ കർത്താവിനോടുകൂടെ ചേരും. രണ്ടാമത്തെ എന്റെ ആഗ്രഹം ഈ ശരീരത്തിൽ ഇരുന്നിട്ട് ഈ ലോക ജീവിതയാത്രയിൽ സുഖകരമായ ജീവിതം നയിക്കുക എന്നുള്ളതല്ല പൗലോസ് ഉദ്ദേശിച്ചത്. ഈ ജഡശരീരത്തിൽ ഇരുന്നിട്ട് എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യുക, ആയുസ് തീരുന്ന നിമിഷം വരെയും യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം മാത്രമേ പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയിൽ നമ്മൾ ഓർക്കണം, ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ വരവ് സംഭവിച്ചാൽ, ഞാൻ ഈ ആയുസിൽ നേടിയതും അധ്വാനിച്ചതിന്റെ പ്രതിഫലം നേടുന്ന ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ എനിക്ക് കഴിയുമോ എന്ന് ഈ രാത്രി നമ്മൾ ചിന്തിക്കണം. അല്ല എങ്കിൽ നമ്മുടെ ആയുസ് നാളെ തരുന്നെങ്കിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. പൗലോസിന് ഈ രണ്ടാഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. വേർപിരിയുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം, അല്ല ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത്. എന്നെ നിങ്ങളെയും ഈ ദേശത്ത് കൊണ്ടുവന്നതും അതിനുവേണ്ടി മാത്രമാണ്. നമുക്ക് ആയുസ് തന്നു, ആരോഗ്യം തന്നു, പണം തന്നു, കാർ തന്നു, വാഹനം തന്നു, കുഞ്ഞുങ്ങളെ തന്നു, കുടുംബജീവിതം തന്നു, എല്ലാവിധ സുഖ സൗകര്യങ്ങളും തന്നപ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മോടുണ്ട്. ഇപ്പോഴല്ല, അന്ത്യ ദിവസത്തിൽ അല്ലെങ്കിൽ പ്രതിഫലം മേടിക്കുവാൻ വേണ്ടി ഞാനും നിങ്ങളും വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ നിൽക്കുന്ന ഒരു സുദിനമുണ്ടല്ലോ, അന്നേരം നമ്മോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ പ്രിയ സഹോദര, എന്റെ പ്രിയ സഹോദരി, ഞാൻ നിനക്ക് ആയുസ് തന്നിട്ട് ഈ ലോക ജീവിതയാത്രയിൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിഞ്ഞോ? ഒരു നിമിഷം, ഒരു മണിക്കൂർ ദൈവസന്നിധിയിൽ ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നിനക്ക് കഴിഞ്ഞോ? ഒരു ദൈവസന്നിധിയിൽ ആരെങ്കിലും ഒന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ കഴിഞ്ഞോ? എന്റെ പ്രിയ സ്നേഹിതരെ, അവിടെ ചെന്നിട്ട് നിൽക്കുന്ന നിമിഷമുണ്ടല്ലോ, നമ്മുടെ കൈ ശൂന്യമായി പോകാതിരിക്കണമെങ്കിൽ ആയുസ്, പൗലോസ് പറയുന്നത് പോലെ, ആയുസ് തരുന്ന നിമിഷം അവസാനത്തെ ശ്വാസം വരെയും ആ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയണം. ഇനിയും ഈ പൗലോസ് അപ്പോസ്തലൻ താഴോട്ടുള്ള വാക്യങ്ങൾ ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ ഈ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വിശ്വാസിക്ക് ഒത്തിരി വാഗ്ദത്തങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ട്. ഒത്തിരി വാഗ്ദത്തങ്ങൾ. ഈ വാഗ്ദത്തം എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാം വളരെ സന്തോഷമുണ്ട്. ഞാൻ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം തരുന്ന ഒരു വാക്കാണ് വാഗ്ദത്തം, വാഗ്ദാനം. പക്ഷേ ഈ വാഗ്ദത്തം നമുക്കൊരു പക്ഷേ കേട്ടാൽ അത്രമാത്രം സുഖകരമായ വാഗ്ദത്തം നമുക്ക് തോന്നുകയില്ല. നമ്മുടെ വാഗ്ദത്തമൊക്കെ ഈ ഭൂമിക്കകത്ത്, നമ്മുടെ പരിസരത്തിനകത്ത്, നമ്മുടെ ഭവനത്തിനകത്ത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതയാത്രയ്ക്കുടെ നടുവിൽ മാത്രം നമ്മൾ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന വാഗ്ദത്തങ്ങളെയാണ് നമുക്കിഷ്ടം. ഒന്നിൽ ഭൗതികമായിരുന്നേക്കാം, ജോലിപരമായിരുന്നേക്കാം, മറ്റിതര കാര്യങ്ങൾ. ആ വാഗ്ദത്തമൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ പൗലോസ് അപ്പോസ്തലൻ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഫിലിപ്പിയ ദൈവസഭയോട് പറയാണ്, നമ്മുടെ ജീവിതയാത്ര ഈ ജഡശരീരം മരിച്ചു പോയാലും ഒരു ആത്മശരീരമുണ്ട്. അത് ക്രിസ്തുവിനോട് കൂടെ ചേരണമെങ്കിൽ ഈ ക്രിസ്തുവിനെ നിങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. ഈ ജഡശരീരം മരിച്ച് ഈ മണ്ണോട് മറിഞ്ഞ് മണ്ണായി തീരുമ്പോൾ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ആത്മാവിന്റെ ശരീരമുണ്ട്. അത് ക്രിസ്തുവിനോട് ഒപ്പം ഇരിക്കുവാൻ ദൈവം ഒരു വാഗ്ദത്തം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അതിന് നാം ചെയ്യേണ്ടതെന്ത്? ആ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് വിശ്വസ്തയോടെ വിശുദ്ധിയിൽ ജീവിച്ചെടുക്കണം. അതുകൊണ്ടാണല്ലോ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വാക്യമാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന് 16-ാം വാക്യം നമുക്കറിയാം. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനും. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നാം നശിച്ചു പോയാൽ നിത്യജീവൻ അവകാശമാക്കുവാൻ കഴിയത്തില്ല. ആ നശിച്ചു പോകാതെ നിത്യജീവനിലേക്ക് കടക്കുവാൻ വേണ്ടി ദൈവം ഒരു വാഗ്ദത്തം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ലോകത്തിൽ ആരും തരാത്തൊരു വാഗ്ദത്തം, ലോകത്തിൽ ഒരു കടക്കാരൻ തരാത്ത ഒരു പ്രോമിസ്, അല്ലെങ്കിൽ ലോകത്തിൽ നമ്മൾ സ്നേഹിക്കുന്നവരാരും തരാത്ത ഒരു പ്രോമിസ് തന്നിട്ടുള്ള ഒരേ ഒരു പുസ്തകം ഇത് മാത്രമേ ഉള്ളൂ. അതെന്തെന്നറിയാമോ? ഈ ജഡശരീരം ഈ മണ്ണോട് ചേർന്നാലും എനിക്കും നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. നിത്യതയിൽ കർത്താവിനോട് ഒപ്പം ചേർന്ന് എനിക്ക് വേണ്ടി കാൽവരിയുടെ കുലക്കളത്തിൽ യാഗമായി തീർന്ന യേശു കർത്താവിന്റെ പൊന്മുഖം കണ്ടിട്ട് അവരോടൊപ്പം ഇരിക്കുവാൻ, ആരാധിക്കുവാനുള്ള ആ സുവർണ അവസരം ലോകത്തിൽ ഒരു മനുഷ്യനും തരുന്നില്ല.
നമ്മൾ ഓടുന്നതിന് വേണ്ടിയാ? ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓടുന്നത് എങ്ങോട്ടാ? നമ്മൾ ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ പ്രസക്തിക്ക് വേണ്ടി, ലോകത്തിന്റെ ഇതര കാര്യങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ മോടിക്ക് വേണ്ടി ഞാനും നിങ്ങൾ ഓടുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നിത്യജീവൻ നമുക്ക് പ്രാപിക്കുവാനുള്ള അവകാശം കർത്താവ് തന്നിരിക്കുമ്പോൾ ഈ രാത്രി പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് പറയാൻ കഴിയണം, ഞാൻ ജീവിക്കുന്നതും മരിക്കുന്നതും എനിക്കല്ല ലാഭം, കർത്താവിനാണ്. ഞാൻ മരിച്ചാൽ അവന് ലാഭം, ഞാൻ ജീവിച്ചാലും അവനാണ് ലാഭം. എന്നെ നിങ്ങളെ നോക്കിക്കൊണ്ട് കർത്താവ് ഇപ്രകാരം പറയണം, അവൻ മരിച്ചാൽ എന്നോടൊപ്പം, അവൻ ജീവിച്ചാൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തി. ഇനിയും താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ച വേഗം ഞാൻ വാക്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 24-ാം വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. എങ്ങനെ? അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം എന്നറിയാമോ? ഞാനും നിങ്ങളും ഒരു കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ചോ ഈ പുസ്തകത്തെക്കുറിച്ചോ യേശു കർത്താവിനെ കുറിച്ചോ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്തു ഇത് അറിയുവാൻ കഴിഞ്ഞപ്പോൾ, അയച്ചവനെ ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ, എനിക്ക് എത്തുവാൻ കഴിയാത്ത, എൻ്റെ പണം കൊണ്ടെത്തുവാൻ കഴിയാത്ത, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടെത്തുവാൻ കഴിയാത്ത, എൻ്റെ സൗന്ദര്യം കൊണ്ടെത്തുവാൻ കഴിയാത്ത, എൻ്റെ പാരമ്പര്യം കൊണ്ടെത്തുവാൻ കഴിയാത്ത ആ നിത്യതയിലേക്ക് അയച്ചവനെ ഞാൻ എൻ്റെ വാ കൊണ്ടെന്ന് വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ, ഹൃദയത്തിനകത്തേക്ക് ഞാൻ ഏറ്റുകഴിഞ്ഞപ്പോൾ, ആ നിത്യജീവൻ എനിക്ക് തന്നു. ഇതിനപ്പുറത്തേക്കൊരു പ്രോമിസ് ലോകത്തിൽ ആർക്കും തരാൻ കഴിയാതിരിക്കുമ്പോൾ യേശു കർത്താവ് പറയാണ്, അയച്ചവനെ വിശ്വസിച്ചാൽ നീ എന്നോടൊപ്പം നിത്യതയിൽ. ഇത്രയും വാഗ്ദത്തം നമുക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോഴാ നമ്മൾ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ, ഓടുന്നൊരു ഓട്ടമുണ്ട്. നമ്മുടെ വാഗ്ദത്തം എന്താണെന്നുള്ള തിരിച്ചറിവിന് വേണ്ടി നമ്മൾ ഓടുക. ഈ വേദപുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തത്തിന് അപ്പുറത്തേക്ക് വേറൊരു വാഗ്ദത്തമില്ല. അതിനകത്ത് പുതിയ നിയമത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. നീ മരിച്ചാൽ നീ എന്നോടൊപ്പം ആകണമെങ്കിൽ അയച്ചവനെ വിശ്വസിക്കണം. മാത്രമല്ല, ഈ 2 തീമോഥെയോസ് ലേഖനമൊക്കെ പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ ഈ 1-ാം അധ്യായത്തിലെ 10-ാം വാക്യമൊക്കെ സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെടാനിരിക്കുന്ന തന്റെ സ്വന്തം നിർണയത്തിനും കൃപയിലും ഒത്തവണ്ണമത്രേ. അപ്പോൾ വെളിപ്പെടുവാൻ പോകുന്ന ആ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഞാനും നിങ്ങൾ വളരെ ആകാംക്ഷയോടെ ഇരിക്കുമ്പോൾ ഈ രാത്രിയിൽ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ വിരുദിനെ തെറ്റിക്കുവാൻ അനുവദിക്കരുത്. ഞാൻ വേഗം കടന്നു പോകുകയാണ്. ഇനി മാത്രമല്ല, പൗലോസ് അപ്പോസ്തലൻ 2-ാമത്തെ ഒരു വാഗ്ദത്തം പറയുന്നുണ്ട്. ഒരു വിശ്വാസി ഹൃദയത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഗ്ദത്തമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുക, എപ്പോഴും ഉണ്ടായിരിക്കുക. വിട്ടുപിരിഞ്ഞാൽ ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ, വേറെ ആരുടെയും കൂടെയല്ല ഞാൻ നിങ്ങൾ നിൽക്കാൻ പോകുന്നത്. ഈ വെളിപ്പാട് പുസ്തകമൊക്കെ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ അത് താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം പറഞ്ഞു കേൾപ്പിക്കാം. ഈ വെളിപ്പാട് പുസ്തകമൊക്കെ വായിച്ചു വരുമ്പോൾ ആ ഭാഗമൊക്കെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾ ഓടത്തില്ല, ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഓടത്തില്ല. കാരണം അറിയാമോ, ഈ വാഗ്ദത്തം പറയുന്നത് കാൽവരിയുടെ കുലക്കളത്തിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്ന ആ യേശു ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാനുള്ള യോഗ്യത നേടുക എന്നുള്ളത് പറയുന്നത് ഈ ലോകത്തിലെ ഏത് ഭരണാധികാരിയുടെ കൂട്ടത്തിലോ ഏത് ശ്രേഷ്ഠന്മാരുടെ കൂട്ടത്തിലോ ഇരിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് സകല ലോകത്തെ സൃഷ്ടിച്ചവനായ യേശു ക്രിസ്തുവിനോട് കൂടെ ഒപ്പം അവന്റെ മുഖത്തെ കാണുവാൻ എനിക്ക് നിത്യജീവൻ ഒരുക്കി തന്ന ആ യേശുവിനോട് ഒപ്പം ഇരിക്കുവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് മാത്രം ലഭിക്കുന്ന യോഗ്യതയാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ആ വിശ്വാസി എന്ത് ചെയ്യണം? ഈ ലോകത്തിൽ മാലിന്യപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത്. ഈ ലോകത്തിന്റെ ഇച്ഛകൾക്ക് വേണ്ടി നടക്കുവാൻ അനുവദിക്കരുത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ കാഹളം ധ്വനിക്കുമെന്നുള്ളത് സയൻസ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ശാസ്ത്രം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് നിയമങ്ങളെല്ലാം അതിന് രീതിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സ്നേഹിതരെ, എന്റെ മാതാപിതാക്കളെ, എന്റെ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളിവിടെ തള്ളപ്പെട്ടു പോകരുത്. കാരണം എനിക്ക് വേണ്ടി യാഗമായി തീർന്ന ആ യേശു ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാനുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം ലഭിച്ചവർ നമ്മൾ മാത്രമാണെന്നുള്ള കാര്യം നമ്മൾ ഇന്ന് രാത്രി തിരിച്ചറിയണം. ഞാൻ പോകട്ടെ. അതുകൊണ്ടാണല്ലോ
യേശു കർത്താവ് തന്നെ പറഞ്ഞൊരു വാക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. 14-ാം അധ്യായത്തിന് 2-3 വാക്യങ്ങൾ നമുക്കറിയാം. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 2 and 3 ഇപ്രകാരമാണ് പറയുന്നത്: എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരുത്തത്തില്ലെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഈ രാത്രി ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം. ഇത്ര വലിയ വാഗ്ദത്തം ആർക്കും തരുവാൻ കഴിയത്തില്ല. ഒരു ഭരണാധികാരികൾക്കും തരുവാൻ കഴിയത്തില്ല. ഒരു നേതാവിനും തരുവാൻ കഴിയത്തില്ല. ഒരു പക്ഷെ ആ നേതാവ് അവൻ ആ ഭരണത്തിൽ കയറുന്നതിന് മുമ്പേ, അവൻ നേതാവാകുന്നതിന് മുമ്പേ ഒരു പക്ഷെ നമ്മുടെ തോളത്ത് കൈയിട്ട് നടന്നവനായിരുന്നേക്കാം, നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചവനായിരുന്നേക്കാം, നമ്മുടെ കൂടെ യാത്ര ചെയ്തവനായിരുന്നേക്കാം. പക്ഷെ അവൻ ഭരണത്തിൽ കയറി അവന് പൊസിഷൻ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ നമ്മളെ മറന്നുപോകും, അവൻ നമ്മളെ മാറ്റി നിർത്തും, അവന്റെ സീറ്റിൽ കയറ്റി നമ്മളെ ഒരിക്കലും ഇരുത്തത്തില്ല. പക്ഷെ ഞാൻ സേവിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന യേശു കർത്താവ് പറയാണ്, ഞാൻ സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും, വിശുദ്ധന്മാരെ അവനോടുകൂടെ ഇരുത്തുമെന്ന് വാഗ്ദത്തം നൽകിയിട്ടുള്ള ഒരേ ഒരു നേതാവേ ഉള്ളൂ. അത് ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. പ്രിയ സ്നേഹിതരെ, ഈ വാക്കുകളൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു വന്നപ്പോൾ, ഇന്നലെ രാത്രിയിൽ പാസ്റ്ററിനോട് ചോദിച്ചു, ബൈബിൾ സ്റ്റഡിക്ക് റെഡിയാണെന്ന് ചോദിച്ചു. അമ്മ റെഡിയാണെന്ന് പറഞ്ഞു. പക്ഷെ രാവിലെ എഴുന്നേറ്റ് ഞാൻ നോട്ട്സ് നോക്കിയപ്പോൾ നോട്ട്സ് കാണാനില്ല. നോട്ട്സ് എൻ്റെ ടാബിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഉണ്ടാക്കിയ നോട്ട്സ് ഞാൻ മറന്നുപോയി. ഞാൻ പിന്നെ രാവിലെ ഇരുന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് ഈ വാക്ക് എഴുതിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇന്ന് രാത്രി ഇവിടെ വേണ്ട ദൈവിക സന്ദേശം ഇതാണ്. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഇന്ന് രാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ എനിക്ക് എഴുന്നേൽക്കാമെന്ന് ഓരോറപ്പും എനിക്കില്ല. പക്ഷെ ഓരോറപ്പ് എനിക്ക് വേണം. ഇന്ന് രാത്രിയിലും കാഹളം ധ്വനിച്ചാൽ, ഇന്ന് രാത്രി ഞാൻ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ, അവൻ എനിക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലത്ത് വേറെ ആരുടെ കൂടെമല്ല ഞാൻ ഇരിക്കേണ്ടത്, എൻ്റെ യേശു കർത്താവിനോട് ഒപ്പം ഇരിക്കണം. അതുകൊണ്ടാണല്ലോ പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ടു ശരീരം വിട്ട് കർത്താവിനോട് വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. മരണം ഭയമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, മരിക്കുവാൻ വേണ്ടി ആരും, ഞാൻ ഉൾപ്പെടെ ആരും ആഗ്രഹിക്കാത്ത ഒരു കാലഘട്ടത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, എനിക്ക് ശരീരം വിട്ട് എൻ്റെ കർത്താവിനോട് കൂടെ ഇരിക്കണം. അതിനകത്തെന്താ പറയുവാനുള്ള കാരണം എന്നറിയാമോ? തന്റെ ജീവിതയാത്ര ക്രിസ്തുവിന് വേണ്ടി അധ്വാനിച്ചു, ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവനറിയാം, ഈ ശരീരം വിട്ടാൽ എനിക്ക് ചെന്നെത്താൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു ദിവസം ഞാൻ ദർശനം പ്രാപിച്ചവരാണ്. ആ സ്ഥലത്തെത്തുവാൻ വേണ്ടിയാണ് തന്റെ ഓട്ടവും അധ്വാനവും. അതുകൊണ്ട് പറയാണ്, ഈ ശരീരം വിട്ടാൽ ഞാൻ വേറെങ്ങോട്ടും പോകത്തില്ല, എൻ്റെ യേശു കർത്താവിനോട് കൂടെ നിൽക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തീമോഥെയോസ് ലേഖനം നമ്മൾ പലപ്പോഴും വായിക്കാറുള്ള വാക്കാണല്ലോ, പലപ്പോഴും പാടി കർത്താവിനെ ആരാധിക്കാനുള്ള വാക്കാണല്ലോ. 1 തീമോഥെയോസ് ലേഖനം, 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 16 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് കാണാതെ അറിയുന്ന വാക്യമാണ്. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളം നാദത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതും ക്രിസ്തുവിൽ മരിച്ചവരെയല്ല പറയുന്നത്, ക്രിസ്തുവിൽ ആ കാഹളം ധ്വനിക്കുമ്പോൾ നിത്യതയ്ക്ക് വേണ്ടി വിശുദ്ധിയോടെ, വേർപാടോടെ, പാപക്ഷമയിൽ ദൈവസന്നിധിയിൽ ജീവിക്കുന്ന വിശുദ്ധന്മാർ കാഹളത്തിന്റെ ശബ്ദം കേൾക്കും. അതുകൊണ്ടാണ് പറയുന്നത്, കാഹളധ്വനിയും സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. ഈ വചനങ്ങൾ കൊണ്ട് അന്യോന്യം ദുഃഖിക്കുവീൻ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, അന്യോന്യം ആശ്വസിച്ചു കൊള്ളുവീൻ. മരണം എല്ലാവർക്കും ദുഃഖമാകുമ്പോൾ, വേർപിരിയൽ എല്ലാവർക്കും ദുഃഖമാകുമ്പോൾ, വിട്ടുപോകൽ എല്ലാവർക്കും ദുഃഖമാകുമ്പോൾ പൗലോസ് പറയാണ്, ഇതുകൊണ്ട് അന്യോന്യം ആശ്വസിക്കണം. കാരണം ഒരു ഭക്തന് മാത്രമേ ഇങ്ങനെ വളരെ വിശ്വാസത്തോടു കൂടി, വളരെ ധൈര്യത്തോടു കൂടി പറയാൻ കഴിയുള്ളൂ, ക്രിസ്തുവിൽ
മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പഴയ വിശുദ്ധന്മാർ, എന്റെ മുൻപിൽ പോയ വിശുദ്ധന്മാർ, അവർ ഉയർത്തെഴുന്നേൽക്കും. ആ കാഹളത്തിന് ധ്വനി കേൾക്കുമ്പോൾ അവർ ഉയർത്തെഴുന്നേൽ കൂട്ടത്തിൽ ഞാൻ ഇവിടുന്ന് ഞാനും രൂപാന്തരപ്പെടും. ആ ഒരു വിശ്വാസം അകത്തേക്ക് കയറണം. ഞാനും നിങ്ങളും ഇവിടെ കടന്നു പോകരുത്. ആ കാഹളത്തിന്റെ ധ്വനി കേൾക്കുമ്പോൾ, ആ കാഹളം ധ്വനിക്കുമ്പോൾ എന്റെ കാതുകൾ അടയപ്പെടാതിരിക്കണമെങ്കിൽ ഞാൻ ഇവിടെ വിശുദ്ധനായി ജീവിച്ചെങ്കിലേ മതിയാകുള്ളൂ. ഞാൻ അശുദ്ധനായി ജീവിച്ചെങ്കിൽ എന്റെ പേര് രജിസ്റ്റർ ബുക്കിലുണ്ടെങ്കിലും സഭയുടെ ബുക്കിലുണ്ടെങ്കിലും ഞാൻ സ്നാനപ്പെട്ട വ്യക്തിയാണെങ്കിലും ദൈവസഭയിൽ എന്തെല്ലാം ചെയ്ത വ്യക്തിയാണെങ്കിലും ഞാൻ പോകണമെങ്കിൽ ഈ കാഹളത്തിന്റെ ധ്വനി എന്റെ കാതിൽ കേൾക്കുവാൻ കഴിയണം. അതുകൊണ്ട് പൗലോസ് പറയുന്നൊരു വാക്ക്, ക്രിസ്തുവിൽ ഞാൻ ലോകപ്രകാരം നടന്നിട്ട്, ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നടന്നിട്ട് ഞാൻ മരിച്ചു മൺമറഞ്ഞു പോയാൽ ഞാൻ ഉയർത്തക്കത്തില്ല. ഞാൻ ക്രിസ്തുവിൽ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കും. ഞാൻ രൂപാന്തരപ്പെടും. ഞാൻ ക്രിസ്തുവിനോടൊപ്പം ചേരും. ഇതിനപ്പുറത്തൊരു വാക്തത്വം വേദപുസ്തകത്തിനകത്ത് നമുക്ക് തരുവാനില്ല. ഞാൻ വേഗം പഠനം പോകട്ടെ, സമയം നമ്മൾ മുൻപോട്ടും വളരെ സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. മൂന്നാമത്തെ നമ്മുടെ വാക്തത്വം എന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവിന്റെ മഹത്വമുള്ള ശരീരം പോലെ സ്വീകരിക്കുന്ന ദിനം. കർത്താവിന്റെ ഉയർത്തെഴുന്നേറ്റ ശരീരം പോലെ നമ്മുടെ ശരീരം ആ കാഹളം ധ്വനിച്ചു കഴിയുമ്പോൾ രൂപാന്തരപ്പെടുന്നൊരു വാക്തത്വം നമുക്ക് തരികയാണ്. ഈ ജഡശരീരം അങ്ങോട്ട് മാറിയിട്ട് വേദനയുള്ള, ദുഃഖമുള്ള, നിന്ദയുള്ള, പരിഹാസമുള്ള, അല്ലെ കഷ്ടതയുള്ള ഈ ശരീരം അങ്ങോട്ട് മാറിയിട്ട് രൂപാന്തരപ്പെട്ട ഒരു ശരീരം, ക്രിസ്തുവിന്റെ ശരീരം പോലെ രൂപാന്തരപ്പെടുന്ന ഒരു ശരീരം നമുക്ക് ലഭിക്കുമെന്ന് എന്റെ പ്രിയ സ്നേഹിതരെ, ഈ ശരീരം വിട്ടുകളയുന്ന ഈ ശരീരം, മണ്ണോട് മണ്ണാകുന്ന ഈ ശരീരം, അഴുകിപ്പോകുന്ന ഈ ശരീരം, ഈ ശരീരത്തിന് വേണ്ടിയല്ലേ നമ്മുടെ അധ്വാനം ഓട്ടമൊക്കെ? ഈ ശരീരത്തിന് വേണ്ടിയല്ലേ നമ്മൾ കടുംപിടുത്തം പിടിക്കുന്നത്? ഇത് ശ്വാസം പോയി കഴിഞ്ഞാൽ വെറും ചവറായി മാറും, വെറും പുഴുവായി മാറും, വെറും മണ്ണോടും മണ്ണായി മാറും. ഈ ശരീരത്തിന് വേണ്ടി ഞാൻ നിങ്ങൾ മൽപ്പിടുത്തം പിടിക്കുമ്പോൾ പൗലോസ് പറയാണ്, ഈ ശരീരം വിട്ടിട്ട് എന്റെ അകത്തുള്ള ആത്മാവിന് രൂപാന്തരം പ്രാപിച്ചിട്ട് ആ മഹത്വമുള്ള ശരീരം ഞാൻ പ്രാപിച്ചെടുക്കുമെന്ന്. ഇത്ര വലിയ വാക്തത്വമൊന്നും വേദപുസ്തകത്തിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ എന്റെ പ്രിയ സ്നേഹിതരെ, ഞാനും നിങ്ങളും, അതുകൊണ്ടാണല്ലോ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 50 മുതൽ താഴോട്ടുള്ള വാക്യം 53 വാക്യങ്ങൾക്ക് സഹോദരന്മാരെ, മാംസരത്വങ്ങൾക്ക് ദൈവരാജ്യത്തിൽ അവകാശമാക്കുവാൻ കഴിയില്ല, ദ്രവത്വം അദ്രവത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാലത്തിൽ പെട്ടെന്ന് കണ്ണു നമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള അദ്രവത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ രാത്രിയിൽ വളരെ ശാന്തമായ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് രൂപാന്തരപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളും തയ്യാറാണോ? ഇന്ന് രാത്രിയിൽ കാഹളം ധ്വനിച്ചാൽ എന്റെ ശരീരം രൂപാന്തരപ്പെടും. നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും? യേശു ക്രിസ്തുവിന്റെ ശരീരത്തെ പോലെ എന്റെ ശരീരമായി മാറിത്തീരുമെന്ന് ഈ രാത്രി നമുക്ക് എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് പറയുവാൻ കഴിയും? അങ്ങനെ എനിക്ക് നിങ്ങൾക്കും പറയണമെങ്കിൽ പൗലോസിനോട് ചേർന്ന് പറയാൻ കഴിയണം, ഞാൻ ഓടിയത് ക്രിസ്തുവിന് വേണ്ടി, ഞാൻ അധ്വാനിച്ചത് ക്രിസ്തുവിന് വേണ്ടി, ഞാൻ നടന്നത് ക്രിസ്തുവിന് വേണ്ടി, ഞാൻ ജീവിച്ചത് ക്രിസ്തുവിന് വേണ്ടി. അതുകൊണ്ട് ഇത് വിട്ടുപിരിയുന്ന ഈ ശരീരത്തെ കളയുവാൻ എനിക്ക് വളരെ പ്രയാസമൊന്നുമില്ല. അല്ല, ക്രിസ്തുവിന് വേണ്ടി അല്ല ജീവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ശരീരത്തോട് കൂടുതൽ പ്രേമമുണ്ടാകുകയുള്ളൂ. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ശരീരത്തോട് വലിയ പ്രേമമൊന്നും ഉണ്ടാകത്തില്ല. കാരണം അവനറിയാം, ഞാൻ മരിച്ചാൽ എൻ്റെ ക്രിസ്തുവിനോട് ഒപ്പം. ഞാൻ ബാക്കി വേഗം മുന്നോട്ട് കടന്നു പോവുകയാണ്. നമ്മുടെ മുൻപിൽ ഇനി കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളല്ലോ. ഈ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അടുത്ത അധ്യായത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്. 2-ാം അധ്യായത്തിന് 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തും. ഒരു മെഡിക്കൽ സയൻസ് പോലും ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത, ഒരു ശാസ്ത്രജ്ഞന്മാർ പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത, ഇതുവരെയും അതിനുവേണ്ടി ഒരു റിസർച്ച് പോലും നടക്കാത്ത ഒരു സബ്ജക്റ്റാണിത്. അവന്റെ മഹത്വമുള്ള ശരീരത്തോടെ ഞാൻ രൂപാന്തരപ്പെടും.
രൂപാന്തരപ്പെടും, അന്യരൂപമായി രൂപാന്തരപ്പെടും. യേശു ക്രിസ്തു എങ്ങനെ ഇവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് പോയോ അതേ ശരീരവുമായിട്ട് ഞാനും നിങ്ങളും എഴുന്നേറ്റ് വരുന്ന അല്ലെങ്കിൽ രൂപാന്തരപ്പെടുന്ന ഒരു സുദിനം, അത് നമ്മുടെ കണ്ണിന്റെ മുൻപിൽ ഒന്ന് കാണുവാൻ കഴിയുമോ? അതിന് സമയം ഇനിയും അധിക വിദൂരമല്ല, അതിന് കാലങ്ങൾ ഇനിയും അതിവിദൂരമല്ല. കാരണം നമ്മൾ പണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ പിതാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയത്തില്ലായിരുന്നു, ഇതിനെക്കുറിച്ച് കാണുവാൻ കഴിയത്തില്ലായിരുന്നു, ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലായിരുന്നു. പക്ഷെ ടെക്നോളജി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സകല പ്രവചനങ്ങളുടെയും അന്ത്യനിമിഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒന്നും മാത്രം സംഭവിച്ചാൽ മതി, യെരൂശലേമിൽ ദേവാലയം ഉയർന്നാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു കാര്യം ഉറപ്പാണ്. അതൊരു കാഹളം, യേശു കർത്താവിന്റെ കാഹളം മുഴങ്ങുവാൻ ഇനിയും അധിക സമയമില്ല. ഒറ്റ കാര്യം, ഇന്ന് ടെക്നോളജി, നമുക്കറിയാം ടെക്നോളജി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്, യേശു കർത്താവിന്റെ വരവിന് മുമ്പ് ലോകത്തിലെ സകല മനുഷ്യരും യേശു കർത്താവിനെ കുറിച്ച് അറിയും. നമ്മുടെ കൊച്ചു ഈ ഭാരതത്തിനകത്ത് അനേക ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്നും സുവിശേഷം എത്താത്ത സ്ഥലങ്ങൾ ഇന്നും ഉണ്ടെന്ന് ചരിത്രം അല്ലെങ്കിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അതിനു മുമ്പ് യേശു കർത്താവിന്റെ വരവിന് മുമ്പ് ഒരു കോവിഡിനെ അയച്ചിട്ട് കോവിഡ് വന്നപ്പോൾ എല്ലാവരുടെയും കയ്യിൽ, എല്ലാ വ്യക്തിയുടെയും ജീവിതം, എല്ലാ വില്ലേജിലും എല്ലാ വ്യക്തിയുടെയും, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരുടെയും കയ്യിലേക്ക് സ്മാർട്ട് ഫോൺ കൊടുത്തിട്ട്, മൊബൈൽ നെറ്റ്വർക്കും കൊടുത്തിട്ട് എല്ലാ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുകയാണ്. ഇനി ഒരൊറ്റ ബട്ടൺ അമർത്തിയാൽ സകലരും യേശു കർത്താവിനെ കുറിച്ച് അറിയും. മാത്രമല്ല, നടക്കാൻ പോകുന്നത് യെരൂശലേം, കർത്താവിന്റെ വരവിന് ശേഷം നടക്കാൻ പോകുന്ന യെരൂശലേമിൽ നടക്കുന്നത് മുഴുവനും നമ്മുടെ പിതാക്കന്മാർ പ്രസംഗിച്ചു. സകലരും ഭവനത്തിനകത്തുനിന്ന്, വീട്ടിനകത്തിരുന്ന് അവർ കണ്ടുകൊണ്ടിരിക്കുമെന്ന്. ഇന്ന് സകല മനുഷ്യരും ലൈവായിട്ട് അത് കാണാനും കൂടെ പോവുകയാണ്. എന്നെ പ്രിയ സ്നേഹിതരെ, ഞാനും നിങ്ങളും അത് കാണുവാൻ ഇവിടെ കാണരുത്. ഞാനും നിങ്ങളും ഇവിടുന്ന് പറന്നുയരുന്നവരായി തീരണം. ഇനി കൊലോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, നമ്മുടെ ഈ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ചുമ്മാതെ വെളിപ്പെടുമെന്നല്ല, തേജസ്സിൽ വെളിപ്പെടും. ക്രിസ്തുവിനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. അതുകൊണ്ടാണല്ലോ ഈ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ 43-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾക്ക് ചെറിയ രൂപാന്തരം വരുത്തി യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾക്ക് ചെറിയ രൂപാന്തരം വരുത്തിയിട്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞത്, അവന്റെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിന്റെ വാക്യം താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്, അവിടെ ഇരുട്ടുണ്ടാകത്തില്ല. കാരണം എല്ലാ ദൈവഭക്തന്മാരും അല്ലെങ്കിൽ വിശുദ്ധന്മാരും അന്ന് സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ദൈവരാജ്യം വരുമ്പോൾ ഞാനും നിങ്ങളും ആ പ്രകാശത്തിന്റെ ഒരു ഭാഗമായി തീരണമെന്ന് ഈ രാത്രിയിലും ദൈവാത്മാവിൽ പ്രബോധിപ്പിക്കുകയാണ്. ഇനിയും അടുത്ത വാക്തത്വത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. എൻ്റെ സമയം മുന്നിൽ ഓടുന്നത് കൊണ്ടാണ് സ്പീഡിൽ ഞാൻ പോകുന്നത്. ദൈവത്തിൻ്റെ അവകാശിയാക്കപ്പെടുമെന്നുള്ള വാക്കും, ദൈവത്തിൻ്റെ അവകാശം നമുക്ക് ലഭിക്കുമെന്നുള്ള ആ വാക്തത്വം ദൈവം നൽകിയിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിന് 16-17 വാക്യങ്ങൾ, ദൈവത്തിൻ്റെ മക്കൾ എന്നും ദൈവാത്മാവ് ദാനം നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു, നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. ഒരു ദൈവവേദനെ വിളിച്ചിരിക്കുന്നത് നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടുന്നു, അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ഇത് ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവാസികളുമായി ഞാൻ നിങ്ങളും തീരണമെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു വാക്ക് എത്ര ശ്രേഷ്ഠകരമാണെന്ന് അവിടെ നമ്മൾ ചിന്തിക്കണം. ഈ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. ഈ ലോക ജീവിത യാത്രയിൽ ക്രിസ്തുവിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, സുവിശേഷീകരണം നടത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, കർത്താവിൻ്റെ പ്രവൃത്തിയിൽ നമുക്ക് ഒരു ഭാഗമായി തീരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആ കഷ്ടതയിൽ കർത്താവിനോടൊപ്പം നിൽക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇവിടെ പറയാണ് അവൻ്റെ കൂട്ടവകാശികളായി തീരുവാൻ കഴിയത്തില്ല. നമുക്ക് അവകാശം ഇഷ്ടമുള്ളവർ, അവകാശം, പേരൻസിൻ്റെ അവകാശം ഇഷ്ടമില്ലാത്ത ആരുമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അവകാശം കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് മൊത്തം. പക്ഷെ പൗലോസ് പറയാണ്
പിതാവിൻ്റെ അവകാശം ക്രിസ്തുവിനോട് കൂട്ടവകാശികളായി തീരണമെങ്കിൽ കഷ്ടം ക്രിസ്തുവിനോടുകൂടെ അനുഭവിക്കുന്നവരായി തീരണം. സുവിശേഷ വേലയിൽ ഞാൻ പണ്ട് ഈ മംഗലാപുരത്തുണ്ടായിരുന്ന സമയത്ത്, ഈ മംഗലാപുരം എന്ന സ്ഥലം വളരെ സെൻസിറ്റീവായ സ്ഥലമാണ്. മാംഗ്ലൂർ ഈ ഒരു ഫൈറ്റ് നടന്നു. ക്രിസ്തീയ വിശ്വാസികളും അവിടുത്തെ ഹിന്ദു വിശ്വാസികളും തമ്മിൽ ഫൈറ്റ് നടന്നു. വേറെ ഫൈറ്റിന് കാരണം ചെറിയൊരു നിസ്സാര കാരണം മാത്രമേ ഉള്ളൂ. കാത്തലിക് പള്ളി കയറി അവിടെ സ്റ്റാച്യു അടിച്ചു കളഞ്ഞു. അന്ന് മുതൽ അവിടെ സ്ട്രൈക്കായി. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശക്തമായ ഫൈറ്റ് നടന്നു. ഒത്തിരി പേർക്ക് മുറിവേറ്റു. താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് അടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. എൻ്റെ വീടിൻ്റെ മുന്നിലൊക്കെ, ഞാൻ എൻ്റെ ഡോറിൻ്റെ മുന്നിലൊക്കെ ഈ വാക്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹൗസ് ഓണർ വന്ന് പറഞ്ഞു, ആര് വന്ന് വിളിച്ചാലും തുറക്കരുത്, സേഫായിട്ട് ഞാൻ തിരുന്നുള്ള. അതേ BJPക്കാരനാണ്. അപ്പം സ്ട്രൈക്കെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. എൻ്റെ ബൈക്കിലെല്ലാം ഈ വാക്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ബൈക്കുമായിട്ട് ചർച്ചിൽ പോയപ്പം അന്ന് ചർച്ചിലുണ്ടായിരുന്ന പകുതി കുഞ്ഞുങ്ങൾ അന്ന് സഭായോഗത്തിനില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം വിളിച്ചു ചോദിച്ചു, എന്താ സഭായോഗത്തിന് വരാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ NRI സ്റ്റുഡൻസാണ്, മുഴുവനും NRI സ്റ്റുഡൻസാണ്. മാതാപിതാക്കൾ പറഞ്ഞു, സഭായോഗത്തിന് പോകണ്ട, വേറെ എന്ത് വേണം ചെയ്തോളാൻ പറഞ്ഞു. എന്ത് വേണം ചെയ്യാം, നിങ്ങൾക്ക് മറ്റു ഇതര കാര്യങ്ങൾ മാളിലോ എവിടെ വേണമെങ്കിലും പോകാം, സഭായോഗത്തിന് മാത്രം പോകരുത്. കാരണം പ്രശ്നം പ്രതികൂലമാകുന്നതുകൊണ്ട് സഭയിൽ കയറി അവർ ആക്രമിക്കുമ്പോൾ നിങ്ങളെയും ആക്രമിക്കും. എൻ്റെ പ്രിയ സ്നേഹിതരെ, നമ്മുടെ ക്രിസ്തീയ വിശ്വാസം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, ഞാനാണെങ്കിൽ എൻ്റെ കാര്യം ഞാനങ്ങ് പറയാം, നീ ഒരിക്കലും സഭായത്തിന് പോയില്ലെങ്കിലും അന്ന് സഭായത്തിന് പോകണം. കാരണം ക്രിസ്തുവിന് വേണ്ടി അടി കൊള്ളാൻ ഞാൻ തയ്യാറായില്ലെങ്കിൽ, ഒരടി കൊള്ളാൻ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ, ഈ വാക്യത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ക്രിസ്തു കഷ്ടം അനുഭവിച്ചതുപോലെ അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാകാൻ പോലും അങ്ങോട്ട് ചെന്നേക്കലെന്നാ പൗലോസ് പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ. ഈ അപ്പന്റെ സ്വത്തിന് അപ്പനെ നോക്കുവാൻ കഴിയാത്ത മക്കൾ അപ്പന്റെ സ്വത്തിന് അവകാശിയല്ല. അത് നമ്മുടെ പച്ച മലയാളത്തിൽ നമ്മുടെ നാട്ടും ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണ്. ഈ അപ്പനെ നോക്കുവാനും അമ്മയെ നോക്കുവാനും മക്കൾക്ക് ഇപ്പോൾ താല്പര്യമില്ല. എല്ലാവരും അനാഥാലയത്തിലൊക്കെ പറഞ്ഞു വിടുന്ന ഒരു കാലഘട്ടത്തിൽ അപ്പന്റെ സ്വത്ത്, കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ കണ്ടല്ലോ, അപ്പനെ അമ്മയും അനാഥാലയത്തിൽ വിട്ടിട്ട് അവർ സ്വത്ത് എഴുതി മേടിച്ച് വിറ്റ് കാശാക്കിയ മക്കളെ കുറിച്ചും ചരിത്രമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പറിൽ കണ്ടതാണ്. പക്ഷെ അതിന് യേശു കർത്താവ്, ഈ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിനക്ക് ക്രിസ്തുവിനോടൊപ്പം കൂട്ടവകാശികളായി തീരണമെങ്കിൽ കഷ്ടം അനുഭവിച്ച് യേശു ക്രിസ്തുവിന് വേണ്ടി ഈ ലോക ജീവിതയാത്രയിൽ ഇവിടെ ആയിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ ആ ക്രിസ്തുവിന്റെ കൂട്ടവകാശിയുടെ പന്തിയിൽ എന്നെയും നിങ്ങളെയും ഇരുത്തത്തുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചിട്ട്, നമ്മുടെ ഹിതത്തിന് ജീവിച്ചിട്ട്, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചിട്ട് അങ്ങ് ചെല്ലുമ്പോൾ ഈ കൂട്ടവകാശം ചെന്നാൽ നമുക്കൊന്നും ലഭിക്കത്തില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു. മുന്നോട്ട് കടന്നു പോകട്ടെ. ഇനി അടുത്തൊരു വാക്തത്വമുണ്ട്. ഇന്ന് നമ്മൾ പലരും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഓടുകയും നമ്മുടെ ആത്മീയ സമൂഹത്തിൽ പോലും ഈ ഒരു വാക്തത്വത്തിന് വേണ്ടി അങ്ങ് ഓട്ടമാണ്. ലക്ഷങ്ങൾ മുടക്കുന്നു, സമ്പാദ്യം എടുത്തെറിയുന്നു, അന്യോന്യം പഴിയായിരുന്നു. എന്തെന്നറിയാമോ? ഇവിടെ ഈ വാക്തത്വം പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ആ വാക്തത്വം ഇപ്രകാരമാണ്. അത് സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ നമുക്ക് ലഭിക്കുന്ന ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ഭരിക്കുവാനും വാഴുവാനുമുള്ള വാക്തത്വം. ഇന്ന് ഈ വാക്തത്വത്തിന് വേണ്ടി ഈ ലോകത്തിൽ ഈ ജഡശരീരത്തിൽ ഇരിക്കുമ്പോൾ ഈ വാക്തത്വത്തിന് വേണ്ടിയുള്ള ഓട്ടമാ. ഭരിക്കുവാനും വാഴുവാനും വേണ്ടി ഈ ലോകത്തിലെ പൈസ മുടക്കിയും അല്ലാതെയൊക്കെ ആളുകൾ ഇങ്ങനെ ഓടി നടന്ന് ഭരണം പിടിക്കുവാനും ഒക്കെ നടക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ദൈവ വൈതലേ, ക്രിസ്തീയ വൈതലേ, ജീവിക്കുന്ന വൈതലേ, ഈ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന വൈതലേ, നീ ഓടണ്ട. നീ ലോകത്തിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചാൽ ഭരിക്കുവാനും വാഴുവാനുമുള്ള ഒരവസരം നിനക്ക് അങ്ങ് ലഭിക്കും. അതിനുവേണ്ടി നിന്റെ ഓട്ടമായി തീരണം. ഈ ലോകത്തിന്റെ ഭരണത്തിന് വേണ്ടിയോ ഈ ലോകത്തിന്റെ വാഴ്ചയ്ക്ക് വേണ്ടി അല്ല നിന്റെ ഓട്ടം. ആ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ ഭരിക്കുവാനും വാഴുവാനുമുള്ള ഓട്ടമായി തീരണം. അതുകൊണ്ടാണല്ലോ ഈ മത്തായി സുവിശേഷത്തിൽ യേശു കർത്താവ് പറഞ്ഞ 25-ാം അധ്യായം നമുക്കറിയാം. 25-ാം അധ്യായത്തിൽ 23-ാം വാക്യം, അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. കാരണം അധികം അല്പം തന്നപ്പോൾ അതിൽ വിശ്വസ്തനായിട്ട് ഈ ഭൂമി യാത്രയിൽ ഞാനും നിങ്ങൾ നിന്നാൽ അധികത്തിന് വിശ്വസ്തനായിട്ട് ഭരണം കിട്ടുന്ന യേശു കർത്താവ് ഭരിക്കുന്ന സമയത്ത് ആ ഭരണത്തിന്റെ അവകാശികളാക്കി
വെളിച്ചമാക്കി ഞാനും നിങ്ങളും ഉണ്ടാകും. മാത്രമല്ല, ഞാൻ മുമ്പേ പറഞ്ഞൊരു വാക്യം, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, ഈ പ്രകാശം വരുത്തുന്ന വിശ്വാസികളായിട്ട് ഈ രാജ്യത്തിന്റെ ഭരണം പിടിച്ചു വരുമ്പോൾ, ഈ അല്ലെങ്കിൽ കർത്താവിന്റെ രാജ്യത്തിന്റെ ഭരണത്തിലേക്ക് വരുമ്പോൾ, അവിടെ ഒരു കാര്യം ഉറപ്പാണ്. 22-ാം അധ്യായം 5-ാം വാക്യം, ഇനിയും രാത്രി ഉണ്ടാകില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെയോ വെളിച്ചത്തിന്റെയോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. എന്തൊരു വാഗ്ദത്തമാ! ഒരു വെളിച്ചം വേണ്ട, ഒരു പ്രകാശം വേണ്ട, സൂര്യൻ വേണ്ട. കാരണം ഞാനും നിങ്ങളും ജ്യോതിസുകളെ പോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വെളിപ്പാട് പുസ്തകക്കാരൻ എഴുതിയിരിക്കുന്നത്, ആവശ്യമില്ല, അവർക്ക് ഇതൊന്നും ആവശ്യമില്ല, ലോകത്തിന്റെ വെളിച്ചങ്ങളൊന്നും ആവശ്യമില്ല, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ക്രിസ്തുവിന്റെ ഭരണത്തിൽ, ആ വാഴ്ചയിൽ ഭരണാധികാരികളായിട്ട് ഞാനും നിങ്ങളും പ്രകാശിക്കണമെങ്കിൽ, ആ കൂട്ടവകാശികളായി തീരണമെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായി തീരണം. ഒത്തിരി വാക്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയത്തിന് പരിമിതി മുഖാന്തരമായിട്ട് ഞാൻ മുന്നോട്ട് കടന്നു പോവുകയാണ്. ഇനി അവസാനത്തെ ഒറ്റ വാക്കോട് പറഞ്ഞ് നിർത്തിയേക്കാം. ഇവിടെ അവസാനത്തിൽ ഈ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഒരു ക്രിസ്ത്യ വിശ്വാസിയുടെ ശുശ്രൂഷ എങ്ങനെയായി തീരണം, അവന്റെ കർത്താവിലുള്ള അവന്റെ വേല എങ്ങനെയായി തീരണം, ത്യാഗപൂർണമായി തീരണം. പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ഈ ലോകത്തിൽ മരിച്ചു പോയാൽ അല്ലെങ്കിൽ മൺമറഞ്ഞു പോയാൽ കർത്താവിനോടൊപ്പം അല്ല, ഇവിടെ ഞാൻ ജീവിച്ചാൽ നിങ്ങളോടൊപ്പം വന്ന് നിങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞാനും വ്യാപൃതനാകാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഈ ക്രിസ്തീയ വിശ്വാസിയുടെ അല്ലെ വേല എന്ന് പറയുന്നത്, നമ്മൾ കാണുന്ന കാട്ടിക്കൂട്ടുന്നത് ഒന്നുമല്ല. ക്രിസ്തീയ വിശ്വാസിയുടെ വേല എന്ന് പറഞ്ഞാൽ, ഒരു ദൈവ പൈതലിന്റെ വേല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോക്കൽ ചർച്ചിനകത്ത് ചെയ്യുന്നതൊന്നുമല്ല. എന്താണെന്നറിയാമോ? റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, ആകയാൽ നാം സമാധാനത്തിനും അന്യന്യം ആത്മീയ ഉള്ളതിനു ശ്രമിച്ചുകൊള്ളുക. ഒരു ദൈവ പൈതലിന്റെ, ഒരു വിശ്വാസിയുടെ കർത്താവിലുള്ള വേല എന്ന് പറഞ്ഞാൽ അന്യോന്യം സമാധാനം കൊടുക്കുന്നവനായി തീരണം, സകലർക്കും ആത്മീക വർധന വരുത്തുന്നവനായി തീരണം. ഒരുവനെ കാണുമ്പോൾ മറ്റവന്റെ കുറ്റം പറഞ്ഞിട്ട് പുറകോട്ട് പിടിച്ചുകൊണ്ട് പോകുന്നത് അല്ല ഒരു വിശ്വാസി. അവന്റെ ക്രിസ്ത്യ വേല എന്ന് പറയുന്നത് അവനോട് കുറ്റം പറയാതെ, മറ്റുള്ളവരുടെ കുറ്റം പറയാതെ, അവനെ ദിനംതോറും സമാധാന ആത്മീയവർത്തന വരുത്തിയിട്ട് കർത്താവിന് സന്നിധിയിൽ ആരാധിക്കുന്നവനായി അവൻ ഒരു ചെറിയ വിശ്വാസിയായി തുടങ്ങി നല്ലൊരു ആത്മീയനാക്കി തീർക്കുന്നതാണ് ഓരോ ദൈവ വൈതലിന്റെയും കാഴ്ചപ്പാടെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം, നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനും നന്മയ്ക്കായിട്ട് ആത്മീയ വർത്തനയ്ക്ക് വേണ്ടി പ്രസാദിക്കണം. കൂട്ടുകാരനോട് തിന്മ ചെയ്യണമെന്നല്ല പറയുന്നത്, നന്മ ചെയ്തിട്ട് അവനെ ആത്മീയ വർധനയിലേക്ക് ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ നടത്തുന്നവരായി തീർന്നു. ഒറ്റ വാക്യം വായിച്ച് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്കറിയാം. ഒരു ക്രിസ്ത്യ വൈതൽ എങ്ങനെയായി തീരണം, ഒരു ക്രിസ്ത്യ വൈതൽ ദൈവസഭയിൽ എങ്ങനെ ശുശ്രൂഷ നടത്തണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരും ചിലർ പ്രവാചകന്മാരും ചിലരെ സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരെ നിയമിച്ചിരിക്കുന്നു. നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത്തിലും തികഞ്ഞ പുരുഷത്വം യേശു ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ പ്രായത്തിന്റെ അളവും പ്രാപിക്കുന്നുവല്ലോ. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിലുള്ള ശുശ്രൂഷയുടെ വേലയ്ക്ക് ക്രിസ്തുവിനോട് ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കുമാകുന്നു. ഈ നമുക്ക് തന്നിട്ടുള്ള എല്ലാ കാഴ്ചപ്പാടുകളും എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇവിടെ എന്തെങ്കിലും നേടുവാനോ ഇവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുവാനല്ല ഒരു ദൈവവൈതലിനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി മാത്രമാണ് നമുക്ക് നൽകിയിട്ടുള്ള സകല വിളിയും സകല കാഴ്ചപ്പാടും സകല ശുശ്രൂഷയും എല്ലാം എന്തിനു വേണ്ടി എന്നറിയാമോ? കർത്താവിന്റെ ശരീരത്തിന്റെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂടി ആത്മീയ വർധന വരുത്തുവാൻ വേണ്ടി മാത്രം. ദൈവസഭയ്ക്കകത്ത്, സമൂഹത്തിനകത്ത്, മറ്റുള്ളവരുടെ ജീവിതയാത്രയ്ക്കകത്ത്, കുടുംബജീവിതത്തിനകത്ത്, കുഞ്ഞുങ്ങളുടെ ജീവിതയാത്രയ്ക്കകത്ത് എല്ലാം ഒരു ആത്മീയ വർധന വരുത്തുന്നവനായി തീരണം യഥാർത്ഥ ക്രിസ്ത്യ വേലക്കാരൻ. പൗലോസ് പറയാണ്, ഇതുകൊണ്ട് ഈ ലോകയാത്രയിൽ എനിക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇവിടം കൊണ്ട് എന്തെങ്കിലും ഞാൻ നേടുവാൻ കഴിയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവന്റെ ആത്മീയ വളർച്ച
ആ മാത്രമേ, വർധനവും മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരെ, നമ്മുടെ ലക്ഷ്യം അതായി തീരട്ടെ. നമ്മുടെ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവസഭയിലേക്ക് കടന്നു വരുന്നവൻ ആത്മാവിൽ ഉണർന്നവനായി തീരണം, ആത്മാവിൽ ആരാധിക്കുന്നവനായി തീരണം, ആത്മീയ വർധന പ്രാപിക്കുന്നവനായി തീരണം. ദൈവസഭയിലേക്ക് ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവൻ കർത്താവിനെ അംഗീകരിക്കുന്നവനായി തീരണം. മാത്രമല്ല, എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ഞാനും നിങ്ങൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യുക, എത്രയും പെട്ടെന്ന് ചെയ്യുക. കാരണം സമയം ഇനിയും അധികമില്ല. ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ, അല്ലെങ്കിൽ മറ്റു ദിവസം, അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ കാഹളം ധ്വനിക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അത് ഒറ്റ കാര്യം മാത്രമേ ഞാൻ നിങ്ങൾ തീരുമാനിക്കാവൂ. കർത്താവ് കാഹളം ധ്വനിക്കുമ്പോൾ ഞാൻ ഇവിടെ കടന്നു പോകരുത്, ഞാൻ ഇതിനകത്ത് അകപ്പെട്ടു പോകരുത്. ആ കാഹള ധ്വനിയിൽ ഞാൻ അങ്ങയോടൊപ്പം വിട്ടുപിരിഞ്ഞ് എൻ്റെ ക്രിസ്തുവിനോടുകൂടെ ആ മുഖാമുഖം കണ്ട് ആ കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സമർപ്പിച്ച് ജീവിക്കാം. ഈ വചനങ്ങളെ കർത്താവ് നമ്മെ സഹായിക്കുമാറാകാം.